ഈശോയുടെ നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ഏറെ പ്രത്യേകമായിട്ട് നമ്മളെ തിരഞ്ഞെടുത്ത് ഈ ആലയത്തിലേക്ക്, ഈ മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മളെ പ്രത്യേകമായി ക്ഷണിച്ച സ്നേഹത്തിന് ഈശോയ്ക്ക് നമുക്ക് മനസ്സിൽ നന്ദി പറയാം. ഒരു നിമിഷം നമുക്ക് ഈ ധ്യാനം നയിക്കാൻ പോകുന്ന ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഏകദേശം 10 ലക്ഷത്തോളം വ്യക്തികളാണ് ഈ ഒരൊറ്റ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ ഷെക്കീന ടെലിവിഷനിലൂടെയും ഷാലോം ടെലിവിഷനിലൂടെയും കൃപാസനത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത്. ഒത്തിരിയേറെ മക്കളാണ് കണ്ണുനീരോടുകൂടി തങ്ങളുടെ അവസാന അഭയമായി ഈ ഒരു ആരാധനയെ കണ്ടുകൊണ്ട് വിഷയങ്ങൾ ഇറക്കി വെച്ച് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നത്. ആ മക്കളുടെ കണ്ണുനീരോട് ചേർത്ത് നമുക്ക് നമ്മളുടെ വിഷയങ്ങളും സമർപ്പിക്കാം. ഒപ്പം തന്നെ ഈ ധ്യാനം നയിക്കുന്ന ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനിലൂടെ ആ മക്കൾക്ക് വലിയ തരത്തിലുള്ള വചന സാന്ത്വനവും അത്ഭുത അടയാള സന്ദേശങ്ങളിൽ ലഭിച്ച് വലിയ സാക്ഷികളായി ഈ അൾത്താരയിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഈ ധ്യാനത്തിൻ്റെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും നമുക്ക് ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയിലായിരിക്കുന്ന സഹോദരങ്ങളുണ്ട്, ഗാന ശുശ്രൂഷയിലായിരിക്കുന്ന സഹോദരങ്ങളുണ്ട്, മീഡിയയിലായിരിക്കുന്ന സഹോദരങ്ങളുണ്ട്, ക്യാമറ കൈകാര്യം ചെയ്യുന്ന സഹോദരങ്ങളുണ്ട്, സൗണ്ട് കൈകാര്യം ചെയ്യുന്ന സഹോദരങ്ങളുണ്ട്. എല്ലാവരെയും നമുക്ക് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മേഖലകളിലും ആത്മാവിൻ്റെ വലിയ നിയന്ത്രണം ഉണ്ടാകുവാനും ഈശോയെ ലോകത്തിന് കൊടുക്കുവാനുള്ള ഞങ്ങളുടെ പരിശ്രമങ്ങളിലെല്ലാം ദൈവപിതാവിൻ്റെ വലിയ കയ്യൊപ്പുണ്ടാകാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ 2015 മുതൽ നാളിതുവരെ കൃപാസനത്തിൽ വന്ന് അതുപോലെ തന്നെ ഓൺലൈനായും ഉടമ്പടി എടുത്തു പോയിട്ടുള്ള എല്ലാ മക്കളെയും കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും നമുക്ക് ഈ അൾത്താരയിൽ ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് ദൈവമാതാവ് ഈ അൾത്താരയിൽ പ്രത്യക്ഷയായത്. അന്ന് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛന് ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദൈവമാതാവ് പറഞ്ഞത് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ എല്ലാ ദുരന്ത മുഖങ്ങളിൽ നിന്നും നീന്തിക്കയറുവാൻ ദൈവമാതാവ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന വലിയൊരു മാർഗം എന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ തന്നെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന നമുക്കെല്ലാവർക്കും കൂടുതൽ വിശ്വസ്തയോടുകൂടി നിബന്ധനകൾ പാലിച്ച് എത്രയും വേഗം ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് ഈ ആരാധനയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള എല്ലാ മക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുടെ നാഥനെ നമ്മുടെ ജീവിതത്തിലേക്കും ജീവിത സാഹചര്യങ്ങളിലേക്കും എല്ലാം ക്ഷണിച്ചുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളെ ഉയർത്തി സ്തുതിക്കാം. ഹാലലൂയ, 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 മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവേ, വചനം കേൾക്കുവാൻ ഞങ്ങളുടെ അന്തരങ്ങളെ ഒരുക്കണമേ. അത് കേൾക്കുമ്പോൾ ആത്മാവിൽ വലിയ ചലനങ്ങൾ ഉണ്ടാകുവാൻ യേശുവേ ഞങ്ങളുടെ ആന്തരിക കർണപുടങ്ങളെ തുറക്കണമേ. ഞങ്ങളെ ദൈവ സ്നേഹത്താൽ അഭിഷേകം ചെയ്യണമേ, സാക്ഷികളാക്കി ഉയർത്തണമേ. ഹാലലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹാലലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹാലലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. സ്നേഹത്തോടെ ചേർന്ന് നായകനേ, അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനെ അങ്ങേ ഞാൻ ആരാധിക്കും. ആരാധനയിൻ
ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ 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 ആമേൻ. കരങ്ങൾ വീശുയർന്ന് ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ 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 ആമേൻ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ. ഹല്ലേലൂയ 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 പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആദിയും നീയേ അന്തവും നീയേ അങ്ങേ ഞാൻ ആരാധിക്കും. ആദിയും നീ അന്തവും നീ അങ്ങേ ഞാൻ ആരാധിക്കും. വഴിയും നീയേ സത്യവും നീയേ അങ്ങേ ഞാൻ ആരാധിക്കും. വഴിയും നീ സത്യവും നീ അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും എൻ്റെ യേശുവേ അങ്ങേ ഞാൻ ആരാധിക്കും. കൈകൾ വീശിയൊന്ന് ചേർന്ന് ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ 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 ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന വിശ്വാസത്തോടെ ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസം പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ
സാന്നിധ്യവും സന്ധിപ്പും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുവാൻ ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങൾ, നമ്മുടെ നിയോഗങ്ങൾ നമുക്കിപ്പോൾ മൗനമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ആരാധന. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങളടിച്ച് ദിവ്യകാരുണ്യനാഥനെ നോക്കി ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവസ്നേഹത്തോടെ നമുക്ക് ഗായക സംഘത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഈ ധ്യാനം വിവിധ സമയങ്ങളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ പോകുന്ന എല്ലാ മക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി ആ മക്കളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാനിട വന്നില്ല. എന്റെ
ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ 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 സമയങ്ങളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന രോഗികളായിട്ടുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന ഈ ആരാധനയുടെ യോഗ്യതയാൽ നടന്നിട്ടുള്ള ആയിരക്കണക്കിന് ആരാധനകളുടെ ഉടമ്പടി ആരാധനകളുടെ യോഗ്യതയാൽ ആ മക്കൾക്ക് സാക്ഷ്യം പറയാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ താങ്ക് യു ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ മഹത്വം മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉന്നത വിളിയാൽ വിളിച്ചുവെന്നെ, ചോദിച്ചതും ഉള്ളിൽ പോലും നിനച്ചതല്ല. ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതാണേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു ഞാൻ. കൈകൾ ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഉറക്കെ പാടാം. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ വിവിധങ്ങളായ ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങളെ ഈ അൾത്താരയിൽ ഈ ആരാധന സമയം ഞങ്ങൾ പ്രത്യേകമായിട്ട് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ വിഷമിക്കുന്ന സഹോദരങ്ങളുണ്ട്, വാടക വീട്ടിൽ വർഷങ്ങളായിട്ട് താമസിക്കുന്ന സഹോദരങ്ങളുണ്ട്, കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന സഹോദരങ്ങള്, പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളുണ്ട്. എല്ലാവരെയും ഈ അൾത്താരയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് എല്ലാവരും കർത്താവിന്റെ കൃപ പ്രത്യേകമായിട്ട് പ്രവർത്തിച്ച് സാക്ഷ്യം പറയാനുള്ള വരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. കൈകൾ ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ കുടുംബ ജീവിതത്തില് സമാധാനമില്ലാതെ വിഷമിക്കുന്ന അനേക സഹോദരങ്ങള് ആരാധന കൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ മക്കൾക്ക് സമാധാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ദാമ്പത്യ ബന്ധത്തിലെ വിള്ളലുകൾ വേണ്ടിയിരിക്കുന്ന സഹോദരങ്ങളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഡിവോഴ്സിന് വേണ്ടി ഇഷ്ടം പിടിക്കുന്ന സഹോദരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ അൾത്താരയിൽ കുദാസ് ചെയ്തിട്ടുള്ള ബന്ധം ഇത്രയും വേഗം പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലാൽ മുന്നോട്ട് കൊണ്ടുപോയി നല്ല കുടുംബജീവിതം നയിക്കുവാൻ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം. ആരാധന ആരാധന. യേശുവേ ദാമ്പത്യ ജീവിതത്തിൽ വിശ്വസ്തയോടെ മുന്നേറുവാൻ ദമ്പതികളെ പ്രത്യേകമായിട്ട് അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം. ഹല്ലേലൂയ 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം. ആരാധന ആരാധന. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിലച്ചു. ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതാണേ,
ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു ഞാൻ. ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതാണി, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഉറക്കെ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഉറക്കെ പാടാം ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ. പരിശുദ്ധ പിതാവേ, എല്ലാ കർത്താക്കന്മാരെയും പുത്രാന്മാരെയും പ്രത്യേകമായിട്ട് കേൾക്കാതെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ദൈവജനത്തെ നയിക്കുവാൻ വേണ്ട പുത്തൻ അഭിഷേകം നൽകി എല്ലാ സഭാ നേതാക്കന്മാരെയും യേശുവേ കൃപയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന, മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ മഹത്വം ഹല്ലേലൂയ 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. 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 നമ്മുടെ യേശു ജീവിക്കുന്നു. ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഒരിക്കൽ കൂടി ഈ ധ്യാനം നയിക്കുന്ന ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛനെ ഈ അൾത്താരയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വചനം ഈ ആരാധനയിൽ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛന്റെ ആരോഗ്യത്തെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അനേകം മക്കളെ ഈശോയിലോട്ട് അടുപ്പിക്കുവാൻ പ്രത്യേകമായിട്ട് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിന്റെ എല്ലാ ശുശ്രൂഷ മേഖലകളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ പുത്തൻ കൃപ നൽകി ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷ മേഖലകളെയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകരെയും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ വഴി നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. യേശുവേ ആരാധന, മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. മരിയൻ ഉടമ്പടി എന്ന വലിയ ദൈവിക പദ്ധതിയുടെ ഭാഗമാക്കി ഈശോയുടെ ശുശ്രൂഷകരായി നമ്മളെ ഉയർത്തിയ അവിടുത്തെ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം. കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും
പത്രപ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയും എല്ലാം ഇനിയും ഇനിയും ഈശോയെ അനേകം മക്കൾക്ക് കൊടുക്കുവാൻ ഈ ആരാധനയിലൂടെ ഈശോയുടെ കൈയും കാലുമായി പ്രവർത്തിക്കുവാൻ ഞങ്ങളെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ കണ്ണുനീരോടുകൂടി ഈ മരിയൻ ഉടമ്പടി ആരാധനയിൽ പങ്കെടുത്ത് വിഷമത്തോടെ ഈ നൊമ്പരങ്ങൾ ഈ അൾത്താരയിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുടെ വിഷയങ്ങളോട് ചേർത്തുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ നമുക്ക് ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മളെക്കാളൊക്കെ ഒത്തിരിയേറെ വിഷമസന്ധികളിലൂടെ കടന്നുപോകുന്ന സഹോദരങ്ങളുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടി സഹോദരാബുദ്ധിയ, അതിനേക്കാളെല്ലാം ഉപരി ദൈവസ്നേഹബുദ്ധിയ നമുക്ക് പ്രത്യേകമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരെയും ഈശോയെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ദൈവസ്നേഹത്തോട് ചേർന്ന് പാടാം. ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചായുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചായുന്നു ഞാൻ. കരങ്ങൾ വീശി ഉയർന്ന് പാടാം. ആരാധന 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 ആരാധന. നമുക്ക് ഒരുമിച്ച് പാടാം. ആരാധന 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും എഴുന്നേൽക്കുക. കർത്താവേ, എന്നെയും നിന്റെ കരുണയുടെ സ്നേഹത്തിൻ്റെയും സാക്ഷിയാക്കണമേ. എൻ്റെ സാക്ഷികളും അച്ഛൻ ഇതുപോലെ അൾത്താരെ പറഞ്ഞു 10,000-ങ്ങളും ലക്ഷങ്ങളും കേൾക്കാൻ ഇടയാക്കണമേ. എന്നെയും സുവിശേഷത്തിൻ്റെ ഉപകരണമാക്കണമേ. എന്നെയും ദൈവമഹത്വത്തിൻ്റെ സാക്ഷിയാക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. യേശുവേ നന്ദി. മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ. മഹത്വം മഹത്വം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. മക്കളെ വിശ്വാസപ്രമാണം ചൊല്ലി, വിശ്വാസപ്രമാണം അറിയാൻ പാലാത്തവർ ഈശോയെ സ്വസ്ത്രം യേശുവെ നന്ദി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രോഗം ഉള്ളിടത്തെല്ലാം, ഇവിടെ തീർത്ഥാടനത്തിലുള്ളവരും വിദൂരത്തിലൂടെ ഓൺലൈനിലുള്ളവരും എല്ലാം അച്ഛൻ്റെ പ്രാർത്ഥനയുടെ സമയത്ത് അടിപ്പിണ പോലെ വൈദ്യാക്കാതെ ദൈവികമായ ശക്തി നിങ്ങളെ കിടിച്ചിറങ്ങുന്ന ദൈവികമായ നിമിഷത്തെ സൗഖ്യത്തെ നിമിഷങ്ങളിൽ അതിശക്തമായി സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ്. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ്. ഈശോ നിന്റെ തിരുമുറുപാടുന്ന വലതുകരം, അണിപ്രധാന അത്ഭുതകരം കർത്താവ് മക്കളുടെ ശിരസ് വെക്കണം പ്രാർത്ഥന. ഉച്ച മുതൽ ഉള്ളംകാല് വരെ എല്ലാ കോശങ്ങളിലും പെസ്റ്റുകളിലും കർത്താവ് ഞാടി ഞരമ്പുകളിലും കർത്താവ് ആന്തരിക അവയവങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. തൈറോയിഡ് രോഗങ്ങൾ, ടോൺസൈറ്റ് രോഗങ്ങൾ, PCOD രോഗങ്ങൾ, അതുപോലെ തന്നെ ശ്വാസകോശ രോഗങ്ങൾ കർത്താവ്, ഹൃദയ രോഗങ്ങൾ, കരട് രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ കർത്താവ്, പാങ്ക്രിയാസിൻ്റെ രോഗങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ കൽപ്പിക്കുന്നു. ശ്രുതികട്ടെ ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് യേശു നാമം മഹത്വപ്പെടുവാൻ ഈ ആരാധനയിലൂടെ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ. സദയം തുണേടേ സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേടേ സദയം തുണേടേ സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളില്ലാത്തവരെ, ഗർഭാശയത്തിലെ സിസ്റ്റുള്ളവരെ, ഫെല്ലോപ്പിൻ ട്യൂബിന് സിസ്റ്റുള്ളവരെ, ഫെല്ലോപ്പിൻ ട്യൂബ് കാരണം അടത്ത് മാറ്റി കളഞ്ഞവരെ, അതുപോലെ തന്നെ ഗർഭാശയത്തിലെ മുഴകൾ, രക്തസ്രാവ രോഗികൾ ഒക്കെ അടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കിഡ്നി രോഗികൾ നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. സ്പോണ്ടിലോസിന് അസുഖമുള്ളവർ പിൻകഴുത്ത് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. സർവാംഗം രോഗമുള്ളവരെ കൈ പിണച്ചുകൊണ്ട് സ്വസ്തികയായിട്ട് വെച്ചുകൊണ്ട് നെഞ്ചത്ത് വെച്ചുകൊണ്ട് വിശ്വാസ പ്രമാണത്തിൽ പ്രാർത്ഥിക്കേണ്ട. ശ്രുതികട്ടെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുക. 38 വർഷമായി ഞാൻ അർപ്പിച്ച വിശുദ്ധ കൃപയുടെ യോഗ്യതയാൽ കർത്താവ് ഈ നാളിതുവരെ കർത്താവ് അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെടുവാൻ ദൈവം കരുണ കാണിച്ച ഈ അൾത്താറയിൽ നടന്നിട്ടുള്ള 10,000കണക്കിന് ആരാധന ശക്തിയാൽ മാരക രോഗങ്ങൾ, തീരാഭേദികൾ ഈ അൾത്താറെ പ്രാർത്ഥിക്കുന്ന ഈ തീർത്ഥാടനത്തെ പ്രാർത്ഥിക്കുന്നവരും അതുപോലെ കർത്താവ് ഓൺലൈനെ പ്രാർത്ഥിക്കുന്നവരും കർത്താവ് അവരെവിടെ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ എവിടെ നിന്നാലും കർത്താവ് ഈ ആഴ്ചയിൽ നടക്കുന്ന ഇൻ്റർവ്യൂകൾ, ഈ ആഴ്ച നടത്തുന്ന പരീക്ഷകൾ, ഈ ആഴ്ചയിൽ നടക്കുന്ന എല്ലാ തരത്തിലുള്ള രോഗ ചികിത്സകൾ, എല്ലാ തരത്തിലുള്ള പ്രസവങ്ങൾ, അതുപോലെ തന്നെ ഓപ്പറേഷൻസുകൾ, അതുപോലെ ഇൻ്റർവ്യൂകൾ, അതുപോലെ തന്നെ കേസുകൾ, അതുപോലെ ജഡ്ജി നടപടികൾ, അതുപോലെ തന്നെ ഡൈവേഴ്സിൻ്റെ കേസുകൾ, അത് യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ എല്ലാ ദുരിതങ്ങളും തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. സദയം തുണേടേ സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേടേ സദയം തുണേടേ സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ജപ്തി നടപടി നേരിടാൻ പോകുന്നവരെ, അതുപോലെ തന്നെ വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവര്, വീട് വെക്കാൻ ഇടമില്ലാത്തവര്, പരസ്പരം കലഹിക്കുന്നവര്, കുടുംബകലഹമുള്ളവര്, ഭാഗഉടമ്പടി നടക്കാത്തവര്, വിദേശ സഞ്ചാരത്തിലേക്ക് ഇരിക്കുന്നവര്, പോകാൻ പോകുന്നവര്, വിസ പ്രതീക്ഷിക്കുന്നവര്, പരീക്ഷ എഴുതിയിരിക്കുന്നവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര്, വിദേശ രാജ്യങ്ങളിൽ തന്നെ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ ഇൻ്റർവ്യൂവിന്, അതുപോലെ ടെസ്റ്റിനും രോഗത്തിനും ചികിത്സയ്ക്കും എല്ലാം വിഷമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഉടമ്പടി എടുത്തിരിക്കുന്നവരെ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നാട്ടിലെ കർത്താവ് സാമ്പത്തികമായ വിഷമതകൾ അനുഭവിക്കുന്നവർ, കുഞ്ഞുങ്ങൾക്ക് തന്നെ ലോൺ പാസ്സാകാതിരിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ പലതരത്തിലുള്ള വിഷമതകളിലൂടെ കടന്നു പോകുന്ന കുടുംബ പ്രശ്നങ്ങളുള്ളവരെ, കർത്താവിൽ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നവരെ, പ്രാർത്ഥിക്കാൻ പറ്റാതിരിക്കുന്നവരെ, പ്രാർത്ഥിക്കാൻ മനസ്സൊരുക്കാൻ കിട്ടാത്തവരെ, എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്നവരെ കർത്താവ് കാറ്റായി കടലായി കർത്താവ് ഇരമ്പി വരണ പോലെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കർത്താവ് അവരുടെ ജീവിതത്തിലേക്ക് കർത്താവ് അങ്ങ് കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 126 കർത്താവ് 1 തൊട്ട് 6 വരെ വചനങ്ങൾ കർത്താവ് ഞങ്ങൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അതുപോലെ കർത്താവ് നികേബിലെ നീർച്ചാലുകൾ എന്ന പോലെ കർത്താവ് അങ്ങയുടെ മക്കളുടെ ചൈതന്യത്തെ, ഐശ്വര്യത്തെ കർത്താവ് അങ്ങ് പുനഃസ്ഥാപിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ് അമ്മയുടെ മധ്യസ്ഥത പ്രസാദിച്ചുകൊണ്ട് കർത്താവിടെ ജീവിതത്തെ പുനരാഗമിപ്പിക്കുക. ആ ദൈവത്തിൻ്റെ ചൈതന്യം കർത്താവ് ആദിമ സഭയിലെന്നതുപോലെ, ആദ്യകാലങ്ങളിലെന്ന പോലെ
ജലപ്പരപ്പിൻ്റെ മേലെ ചലിച്ച ദൈവത്തിൻ്റെ ചൈതന്യം ഈ നിമിഷം മക്കളിലേക്ക് തിരഞ്ഞുവിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ തിരിച്ചറിവത്തെ പ്രാർത്ഥിക്കുന്നു, നിൻ്റെ മുഴുക്കടത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, നിൻ്റെ തിരുവിലാലും മുഴുവനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മുഴുക്കത്തിലെ കർത്താവ് ശത്രുക്കൾ ഒഴിഞ്ഞത് കർത്താവ് നിൻ്റെ മുതുകിലാണ് കർത്താവ്. നിൻ്റെ മുതുകിലെ തിരിച്ചുവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ പീഡാനുഭവങ്ങളെ ഉച്ചമ ഉള്ളംകാൽ വരെയുള്ള ആണിപ്പഴുതുകളെയും കർത്താവ് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അടിപ്പിണർ പോലെ വൈദ്യാക്കാലം പോലെ ദൈവികമായ ശക്തി കർത്താവേ, എന്തെല്ലാം കാര്യങ്ങൾ ഓർത്ത് മക്കളുടെ കാര്യങ്ങൾ, മക്കളുടെ തെറ്റായ ബന്ധങ്ങൾ ഓർത്ത് കർത്താവ്, കുഞ്ഞുങ്ങളെ പഠിക്കാത്ത അവസ്ഥ ഓർത്ത് കർത്താവ്, ഭർത്താവിൻ്റെ മദ്യപന ആസക്തി ഓർത്ത്, തെറ്റായ ബന്ധങ്ങൾ ഓർത്ത് കർത്താവ്, എന്തെല്ലാം തരങ്ങൾക്ക് വേണ്ടി കർത്താവ് മക്കൾ കണ്ണുനീരിടുന്നുണ്ട്. അവരെല്ലാം കർത്താവിൻ്റെ ആണിപ്പെടുത്താതെ അത്ഭുത കർത്താവ് സാധനപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. 2 കൊരിന്ത്യർ 2 രാജാക്കന്മാർ 3:15 പറഞ്ഞിരിക്കുന്നവർ കർത്താവ്, കാറ്റില്ല, മഴയില്ല, അരുവിത്തടങ്ങളെല്ലാം കർത്താവ് ജലം കൊണ്ട് നിറഞ്ഞതുപോലെ കർത്താവ്, ഒരു പ്രതീക്ഷയില്ല എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് അറിയാൻ പാടാതെ നിൽക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവത്തിൻ്റെ കരുണ ആവശ്യിക്കട്ടെ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ ദൈവമാതാവ് ഈ നിമിഷം മധ്യസ്ഥം വഹിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ മാർഗദ്രോഗങ്ങൾ, രോഗങ്ങൾ, തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തെ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. മഹത്വപ്പെടുവാൻ ഈ ആരാധനയിലൂടെ സദയം തുടരേ സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തുടരേ സുഖമായിടും എൻ്റെ ഉള്ളം. മക്കളെ മുട്ടേ നിൽക്കുക, കൈകൾ കുപ്പുക, ഈശോയെ നോക്കുക. നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കുക. അച്ഛൻ വിട്ടുപോയ കാര്യങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് കർത്താവിന് സമർപ്പിക്കുക. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സമർപ്പിക്കുക. സമാപന ആശീർവാദം മുട്ടേ നിൽക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യാരണി സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. നെഗബിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുനീരോടുകൂടിയിട്ടാണ് വിത്ത് ചുമന്നുകൊണ്ട് നിയോഗങ്ങൾ ഞങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിക്കുന്നത്. കറ്റ ചുമന്നുകൊണ്ട് സന്തോഷത്തോടെ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാൻ, അന്ത്യം വരെയും നിനക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഈ ആരാധനയിലൂടെ വ്യക്തിപരമായി അഭിഷേകം ചെയ്യണമേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന.